അപ്പൊ യഥാർത്ഥത്തിൽ ആ മഞ്ഞ പേപ്പറിൽ പൊതിഞ്ഞിരിക്കുന്ന ആ വലിയ ചക്കരക്കുടം അത് തുറന്നു നോക്കുന്നതിന് മുമ്പ് ഈ ലീഗിന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സയനൈഡ് ഒന്ന് തുറന്നു നോക്കാമെന്ന് വിചാരിച്ചു. മറ്റേതെന്തായാലും തുറക്കാം, ഇത് കഴിഞ്ഞ് തുറക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും ലീഗിലേക്ക് വരുമ്പോൾ ഒരുപാട് ഭൂതകാലത്തിലേക്കൊന്നും പോകുന്നില്ല. വളരെ സമീപകാലത്തായി കേരളം കണ്ട അല്ലെങ്കിൽ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം കാര്യങ്ങളും അതിൽ ഈ പൊട്ടാസ്യം സയനൈഡ് സ്വീകരിച്ച ചില നിലപാടുകളുമുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതി അവരുടെ പൊട്ടാസ്യം സയനൈഡിന്റെ വിദേശ പതിപ്പായ KMCC എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയെക്കുറിച്ചാണ്. അവിടെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. KMCC എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ എല്ലാവർക്കും അറിയാം. സാക്ഷാൽ നമ്മുടെ മഞ്ഞക്കടലാസിൽ പൊതിഞ്ഞ തേൻകുടത്തിന് ഇത്രയും നാൾ ഏതാണ്ട് ഗുരുദേവനോ അല്ലെ ഗുരുദേവനോളമോ ഗുരുദേവനെക്കാളോ അതിലിരിക്കാൻ കഴിഞ്ഞെങ്കിലും ഈ പറഞ്ഞതുപോലെ സംഗതികളൊന്നും വിദേശ രാജ്യങ്ങളിലോ അത്തരം കാര്യങ്ങളിലോ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ സംഭാവനകളെ കൂടി നമ്മൾ ചർച്ച ചെയ്യണം. അതിനു മുമ്പ് ഈ KMCC എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്ക് അവർക്ക് 2022 കണക്ക് പ്രകാരം ഇപ്പൊ ആ സ്ഥിതിയൊക്കെ കുറച്ച് മാറി. അവർക്ക് ദുബായിൽ UAEയിൽ 1,10,000 മെമ്പർമാരുണ്ട്, സൗദിയിൽ 85,000 മെമ്പർമാരുണ്ട്, ഖത്തറിൽ 40,000 പേരുണ്ട്, ബഹ്റൈനിൽ 32,000 പേരുണ്ട്, ഒമാനിൽ 28,000 പേരുണ്ട്, കുവൈറ്റിൽ 35,000 പേരുണ്ട്, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ അവിടെ എല്ലാം കൂടി 4,000 പേരുണ്ട്, യൂറോപ്യൻ കൺട്രീസിലെല്ലാം കൂടി 6,000 പേരുണ്ട്, പിന്നെ അതുപോലെ തന്നെ മലേഷ്യ, സിംഗപ്പൂർ അവിടെയെല്ലാം കൂടി 2,500 പേരുണ്ട്, ഈജിപ്ത്, സുഡാൻ ആ ബെൽറ്റിലെല്ലാം കൂടി 2,800 പേരുണ്ട്. ചുരുക്കത്തിൽ 40 രാജ്യങ്ങളിൽ ഈ പൊട്ടാസ്യം സയനൈഡ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ പൊട്ടാസ്യം സയനൈഡ് ആവറേജ് ഒരു വർഷം നമ്മുടെ കേരളത്തിലേക്ക്, ഏത് കേരളത്തിലേക്ക്, ഈ പറയുന്ന വർണ്ണക്കടലാസിൽ മഞ്ഞക്കടലാസിൽ പൊതിഞ്ഞ ചക്കരക്കുടം ഒക്കെ ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ മനോഹരമായ ആദർശ പ്രസംഗങ്ങളാൽ ശബ്ദമുഖരിതമാകുന്ന ഈ കേരളത്തിലേക്ക് ഒരു വർഷം അവർ കുറഞ്ഞത് ഏതാണ്ട് 48 മുതൽ 50 കോടി രൂപയുടെ വരെ സേവനങ്ങൾ ചെയ്യാറുണ്ട്. ഇവിടുത്തെ മനുഷ്യർക്കാണ് ചെയ്യുന്നത്, വ്യത്യസ്ത തരം ആളുകൾക്ക്. ഈ പൊട്ടാസ്യം സയനൈഡ് ഒരുപാട് കാര്യങ്ങളിൽ കേരളത്തിലാകെ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. കോവിഡ് കാലം ഉണ്ടായിരുന്നല്ലോ, അന്ന് ഈ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ചക്കരക്കുടമൊക്കെ അടക്കം പുറത്തേക്കിറങ്ങാതെ ഭരണിയൊക്കെ ഒളിപ്പിച്ച് വളരെ സുരക്ഷിതമായി കഴിഞ്ഞ സന്ദർഭത്തിൽ അവരെല്ലാവരും കൂടി അതിജീവനം എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് ചെയ്തത് 98 കോടി രൂപയുടെ സഹായങ്ങളാണ് ഒരു വർഷം മാത്രം. ഇതിൽ വിമാനത്തിൽ വന്നിറങ്ങിയവരുണ്ട്, ഭക്ഷണ സാധനങ്ങൾ നൽകിയവരുണ്ട്, രോഗചികിത്സയ്ക്കായി നൽകിയവരുണ്ട്, മറ്റു പല കാര്യങ്ങളും ചെയ്തവരുണ്ട്. അവരടക്കമുള്ളവരാണ്. UAE 5 കോടി രൂപയാണ്. ഇതൊക്കെ ഒരു റഫ് കണക്കുകളാണ്, ഇതിലൊക്കെ ഒത്തിരിയുണ്ട്. ഇതാണ് ഒന്ന്, ആ പൊട്ടാസ്യം സയനൈഡ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്ന്. രണ്ടാമത്തെ, ഈ തേൻകുടം അറിയാൻ വേണ്ടിയിട്ടാണ്, ചക്കരക്കുടം അറിയാൻ വേണ്ടി ചക്കരക്കുടത്തിനോട് പറയാനുള്ളത്, രണ്ടാമത് ഈ പൊട്ടാസ്യം സയനൈഡ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കേരളത്തിൽ കാണേണ്ടത് ബൈത്തുർ റഹ്മ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ബൈത്തുർ റഹ്മ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സന്തോഷത്തോടെ താമസിക്കാൻ ഭവനം നിർമ്മിച്ചു നൽകുന്ന ഒരു പദ്ധതിയാണ്. അതിൽ മൊത്തം 10,886 ഭവനങ്ങൾ വെച്ച് നൽകി. അതിൽ 6 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെയുള്ള ഭവനങ്ങളുണ്ട്. ഒരു ആവറേജ് 8 ലക്ഷം രൂപ വെച്ച് കൂട്ടി 10,000 വീട് വെച്ച് കൂട്ടിയാൽ എത്ര കോടി രൂപയാണെന്നറിയുമോ? 8,000 കോടി രൂപ ഇതിനുവേണ്ടി മുടക്കിയത്. ചക്കരക്കുടത്തിന് സങ്കല്പിക്കാൻ ഒക്കുവോ? എന്റെ ചക്കരക്കുടമേ, 8,000 കോടി രൂപ. അത് ആർക്കാ കൊടുത്തത്? ചക്കരക്കുടം ഇന്നലെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ കേരളത്തിൽ ഏതെങ്കിലും ഒരു MLA ഉണ്ടോന്നൊക്കെ. അതിൽ 20% ചക്കരക്കുടത്തിനെ സേവിക്കാൻ വേണ്ടി ചക്കരക്കുടത്തിന് കൈപൊക്കുന്ന, ചക്കരക്കുടത്തിന്റെ ഭാഗമാണെന്ന് ചക്കരക്കുടം പ്രസംഗിക്കുമ്പോൾ മാത്രം ഓർക്കുന്ന വിഭാഗത്തിൽപ്പെടുന്നവരടക്കമുള്ളവർക്കാണ് അതിന്റെ 20% എന്ന് പറഞ്ഞാൽ 8,000 കോടി രൂപയുടെ 10% എത്രയാവും? ഏതാണ്ട് 80 കോടി, ഏതാണ്ട് 160 കോടിയോളം രൂപ ചെലവഴിച്ചത് അവർക്ക് വേണ്ടിയാണ്. ചക്കരക്കുടം ഇതുവല്ലതും ചെയ്തോ? ചക്കരക്കുടം ഇങ്ങനെ നടന്ന് പ്രസംഗിച്ച് ആർക്കെങ്കിലും വേണ്ടി പ്രസംഗിക്കുന്നതല്ലാതെ വേറെന്തെങ്കിലും ഇതുപോലൊരു സംഗതി ഈ പൊട്ടാസ്യം സയനൈഡ് ചെയ്യുന്നത് വല്ലതും ചക്കരക്കുടത്തിന് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റിയില്ല, തീർന്നില്ല. കേരളം മുഴുവൻ ഒരു ശൃംഖല പോലെ ഈ പൊട്ടാസ്യം സയനൈഡിന്റെ വിഭാഗത്തിൽപ്പെടുന്ന വലിയ ഒരു പൊട്ടാസ്യം സയനൈഡായ CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഒരു പൊട്ടാസ്യം സയനൈഡിന്റെ നാമധേയത്തിൽ വലിയൊരു സേവന ശൃംഖലയുണ്ട്. പേര് CH സെന്റർ എന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച എന്നോട് ചക്കരക്കുടത്തിന്റെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുടുംബം വിളിച്ചിട്ട്
ഒരു റൂമൊന്ന് തരപ്പെടുത്തി കൊടുക്കണം, അവർക്ക് താമസിക്കാനാണ്, അവിടെ ചെലവ് കുറഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച് പിന്നെ ഈ പൊട്ടാസ്യം സയനൈഡിന്റെ വിഭാഗത്തിൽ തന്നെ വരുന്ന ഇ.ടി. മുഹമ്മദ് ബഷീർ സാറാണ് അതിന്റെ ചെയർമാൻ. അതിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരു മുനീർ സാഹിബ് ഉണ്ട്. അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഈ ചക്കരക്കുടം ചോദിച്ചതുപോലെ ഒന്നും ചോദിച്ചില്ല. പൊട്ടാസ്യം സയനൈഡ് അങ്ങനൊന്നും ചോദിക്കാറില്ല. ചക്കരക്കുടം പറയുന്ന പോലൊന്നും പറയാറുമില്ല. പൊട്ടാസ്യം സയനൈഡ് ചോദിച്ചത് മനുഷ്യരാണ്, വരാൻ പറ്റുമോ, അവർക്ക് വന്നോട്ടെ എന്ന് പറഞ്ഞു. കാണാത്തപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു, കാണുന്നില്ലല്ലോ, ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരെ അങ്ങോട്ട് വിളിച്ചു. അപ്പൊ പറഞ്ഞു കീമോയ്ക്ക് നിൽക്കുക സാർ, കീമോ കഴിഞ്ഞ് ചെല്ലാമെന്ന് പറഞ്ഞു. ഇങ്ങനെ അടക്കം ഒരു സംഗതിയുണ്ട്. അതിന്റെ ഒരു മാസത്തെ ചെലവ് ഈ CH സെന്ററുകൾക്കെല്ലാം കൂടി ഒരു മാസത്തെ ചെലവ് ഏതാണ്ട് 40 ലക്ഷം രൂപ വീതം വരും കേരളത്തിൽ. ചക്കരക്കുടത്തിന് ചിന്തിക്കാനൊക്കുവോ? അപ്പോൾ ഒരു വർഷം എത്രയായി? പൊട്ടാസ്യം സയനൈഡ് ചെലവാക്കുന്ന കാശാ ചക്കരക്കുടത്തിനോട് പറയുന്നത്. തീർന്നില്ല. ഇത് CH സെന്റർ. ഇനി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ട്. ആ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് അതിന്റെ ഭാഗമായി കേരളത്തിൽ നടത്തുന്ന എത്രയോ യൂണിറ്റുകളുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഡയാലിസിസ് സെന്റർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റു പല അസുഖങ്ങൾക്കുണ്ട്. ക്യാൻസർ രഹിത സ്തനം എന്ന് പറയുന്ന എന്തോ ഒരു സ്കീമുണ്ട്. അടക്കമുള്ളവയിലൂടെ എത്ര കോടി രൂപയാണ് ചെലവഴിക്കുന്നതെന്ന് ചക്കരക്കുടത്തിന് അറിയാവോ? ചക്കരക്കുടത്തിന് ഇത് വല്ലതും അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? അവരിലൂടെ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നറിയാവോ? അവരിലൂടെ എത്ര കുട്ടികൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടെന്നറിയാവോ? ഈ പറയുന്ന ആളുകൾ, ഈ പൊട്ടാസ്യം സയനൈഡിന്റെ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന തൊഴിൽ സ്ഥാപനങ്ങളിൽ എത്രായിരം മനുഷ്യർ ചക്കരക്കുടത്തിന്റെ വിഭാഗത്തിൽ വരുന്നവർ തന്നെ ജോലി ചെയ്യുന്നുണ്ടെന്നറിയാവോ? അപ്പൊ ഇതൊക്കെയാണ് പൊട്ടാസ്യം സയനൈഡിന്റെ വർണ്ണക്കടലാസ് തുറന്നു നോക്കിയാൽ കാണുന്നത്. ഇനി ചക്കരക്കുടത്തിന്റെ മഞ്ഞക്കടലാസ് തുറന്നാലോ എന്തോ കാണാൻ പറ്റും? കുറെ ബാറ് കാണാം, കുറെ കോൺട്രാക്ട് കാണാം, കുറെ വേറെന്തെങ്കിലും കാണാം, ട്രസ്റ്റിന്റെ സ്വന്തം കുടുംബത്തിന്റെയൊക്കെ ട്രസ്റ്റിന്റെ പേരിലുള്ള കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണാം എന്നല്ലാതെ വേറെന്തെങ്കിലും കാണാനൊക്കുവോ? അപ്പൊ യഥാർത്ഥത്തിൽ സ്വന്തം സമൂഹത്തിനോ അല്ലെങ്കിൽ സമുദായത്തിനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലുമോ ചക്കരക്കുടത്തിനെ കൊണ്ടാണോ പ്രയോജനം, പൊട്ടാസ്യം സയനൈഡ് കൊണ്ടാണോ പ്രയോജനം? ഒന്ന് ആലോചിക്കണ്ടേ? സത്യം പറഞ്ഞാൽ ഇതിങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ. പിന്നെ കൂടാതെ ഈ പൊട്ടാസ്യം സയനൈഡ് കൊണ്ടുണ്ടായ ഗുണം, നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായി. ഏതാണ്ട് ഒരു 50 കോടിയോളം രൂപ അവിടെ ചെലവഴിച്ചു. ആദ്യം ഓടിയെത്തിയ വൈറ്റ് ഗാർഡും അടക്കമുള്ള ആളുകളുടെ സേവനം. പിന്നെ മഹാപ്രളയം ഉണ്ടായപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കോടി വരും? ചക്കരക്കുടവേ, എന്റെ ചക്കരക്കുടവേ, ചക്കരക്കുട എന്നൊക്കെ ചെലവഴിച്ചു. ചക്കരക്കുട ഈ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഈ സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. കുറെ വെറുപ്പും വിദ്വേഷവും പറഞ്ഞു എന്നുള്ളതല്ലാതെ വേറെ ഈഴവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ചക്കരയുടെ പാർട്ടിക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടോ? അതിലെ നിർധനരായ മനുഷ്യരെവിടെങ്കിലും പഠിക്കുന്നോ? ജോലി കിട്ടിയോ? അവരെ എന്തെങ്കിലും സ്ഥാനങ്ങളിൽ എത്തിച്ചോ? അവർക്ക് വേണ്ടി എന്തെങ്കിലും പരിപാടികളുണ്ടോ? പദ്ധതികളുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ വിചാരിക്കും ഇത് പറഞ്ഞു തീർന്നെന്ന്. തീർന്നില്ല. ദേ അവസാനം നമ്മുടെ ശാന്തിവള ദിനേശന് അവസാനമായി എന്തോ പറയാനുണ്ട്. അതുകൂടി കേട്ടുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതുകൊണ്ട് ബഹുമാന്യനായ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ചക്കരക്കുടം, ഈ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പൊട്ടാസ്യം സയനൈഡിനെ കുറിച്ച് പറയുമ്പോൾ ചക്കരക്കുടത്തിനെ കുറിച്ചുകൂടി ചക്കരക്കുടം ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മുസ്ലിമിന്റെ ആധിപത്യം അവിടെ ഭരണകൂടം വരാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നാടിവിടെ അവരൊക്കെ ഭരണത്തിൽ വന്നാൽ നമ്മളെല്ലാം ആത്മഹത്യ ചെയ്യേണ്ടി വരും. വെള്ളാപ്പള്ളി വെച്ചൊരു ഇയാളൊരു എന്തൊരു ഇതുണ്ടാക്കിയില്ല, നവോത്ഥാന സേന എന്ന് പറഞ്ഞു. നാരായണ ഗുരുവിനെ വിറ്റ് നിന്ന, ആക്രിക്ക് വിറ്റ് നിന്ന ഈ അലവലാതി വെച്ചല്ലേ ഇയാള് ഈ നവോത്ഥാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വാ തുറന്നാൽ ജാതി അല്ലാതെ അയാൾ എന്തെങ്കിലും പറയൂ? ഇപ്പൊ കേരളത്തിലുള്ളതിൽ ഏറ്റവും വലിയ അലവലാതി ആരെന്ന് എന്റെ ചോദിച്ചാൽ ഞാൻ പറയും വെള്ളാപ്പള്ളി നടേശനാണ്. ഇയാളെ കൊണ്ടു നടന്ന് SNDPയെ വിറ്റ് നിന്നുന്ന അച്ഛനും മോനും ഭാര്യയും എല്ലാം കൂടെ സംഘടന ഉണ്ടാക്കി വെച്ചിട്ട് സംഘടനയുടെ മുഴുവൻ നേതാക്കളും നിങ്ങൾ എടുത്തു നോക്കും. മോളെ ഭർത്താവ്, മോള്, അച്ഛൻ, അമ്മ, മോൻ എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്കറിയാലോ ദുബായിലൊരു പെണ്ണ് കേസിലോ കച്ചവട കേസിലോ എത്ര കോടി നിങ്ങൾ അയാളാണ് കുമാരനാശാന്റെ മോളിൽ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി. എനിക്ക് നാണം തോന്നുന്നു എന്റെ പാർട്ടിയെ പറ്റി. പോകാൻ വേറൊരു പാർട്ടി ഇല്ലാത്തതുകൊണ്ടാണ് സുമേഷെ ഞാൻ വേറെ പോവാത്തത്. എനിക്ക് പോകാൻ വേറൊരു പാർട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്തറിയോ, കമ്മ്യൂണിസ്റ്റുകാരനാവും പാർട്ടി വേണ്ടല്ലോ. പാർട്ടി മെമ്പർഷിപ്പ് അല്ലേ ആനാവൂർ നാഗപ്പൻ എന്റെ വെട്ടാൻ പറ്റൂ. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന എന്നെ വെട്ടാൻ പറ്റില്ലേ? ഞാൻ പിണറായിയേക്കാളും വലിയ കമ്മ്യൂണിസ്റ്റുകാരനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരാളെ വഞ്ചിക്കില്ല, ഒരാളെ പറ്റിക്കില്ല, അഭിഹിതമായി കാശുണ്ടാക്കില്ല. ഒരു കാര്യത്തിലും ദിനേശിനെ തോൽപ്പിക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല RSSകാരനേക്കാളും വലുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ വെയിറ്റേറിനാണ്,
കള്ളു കുടിക്കില്ല, പുകവലിക്കില്ല, വ്യഭിചരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഉത്തമ കമ്മ്യൂണിസ്റ്റ് എന്ന് വിചാരിക്കുന്ന എന്നെയൊന്നും അവർക്ക് വേണ്ട. ചക്കരക്കുടം മഞ്ഞക്കടലാസിൽ പൊതിഞ്ഞ് ഇങ്ങനെ കരിമ്പൂച്ചയുടെ ഒരു എന്താ പറയുന്നത് സംരക്ഷണയിൽ ആർക്കോ വേണ്ടി കരാറെടുത്ത് സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത്